ഹായ് ഓൾ, വെൽക്കം ടു പ്രിപ്സ്കെയിൽ. ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് HSST മാത്തമാറ്റിക്സിലെ പാർട്ട് 1 സിലബസ് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് രീതിയിൽ നിങ്ങൾ HSST മാത്സിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ HSST മാത്സ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് 100 മാർക്കിനാണ് നിങ്ങളുടെ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. 100 മാർക്സിന് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ട് ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 100 ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 2 പാർട്ടായിട്ടാണ്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. ഈ പാർട്ട് 1 എന്ന് പറയുന്നത് പക്ക നമ്മുടെ പ്യുവർ മാത്തമാറ്റിക്സ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പ്യുവർ അപ്ലൈഡ് ലെവൽ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പാർട്ട് 2-ൽ നിങ്ങൾക്ക് ജനറൽ നോളജ്, നിങ്ങളുടെ സാമൂഹ്യ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ജനറൽ നോളജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനറൽ പാർട്ടാണ്. അപ്പോൾ പാർട്ട് 1-ൽ നിങ്ങൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങളിതിൽ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 1-ൽ തന്നെ 10 മോഡ്യൂൾസ് ആണ് നിങ്ങൾക്കുള്ളത്. ഫസ്റ്റ് മോഡ്യൂള് ലീനിയർ ഓൾജിബ്രയാണ്. ഓക്കെ, അപ്പോൾ ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്നത് നിങ്ങളൊരു MSc BScക്കും അതുപോലെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾ MScക്കും പഠിച്ചിട്ടുണ്ടാവും. പിന്നെ സെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്തവർക്കാണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ലീനിയർ ഓൾജിബ്ര പഠിച്ചു പോകാവുന്നതാണ്. അപ്പോൾ ലീനിയർ ഓൾജിബ്രയിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വെക്റ്റർ സ്പേസസ് ആണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞ് ലീനിയർ ഇൻഡിപെൻഡൻസ്, ഡിപ്പെൻഡൻസ്, വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ്, ഡൈമെൻഷൻ, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, പിന്നെ മെട്രിസസിനെ കുറിച്ചിട്ട്, മെട്രിസസിൻ്റെ റാങ്ക്, അതുപോലെ ഡയഗണലൈസേഷൻ, ഡയഗണൽ ഫോംസിനെ കുറിച്ച്, കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിനെ കുറിച്ച്, എയ്ഗൻ വാല്യൂ, എയ്ഗൻ വെക്ടറിനെ കുറിച്ച്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഒരു MSc ലെവൽ ലീനിയർ ഓൾജിബ്രയാണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും ഈ പറഞ്ഞ ടോപ്പിക്കിൽ ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ലീനിയർ ഓൾജിബ്രയിൽ. ഓക്കെ, അപ്പോൾ ലീനിയർ ഓൾജിബ്ര പഠിക്കുമ്പോൾ നമ്മൾ മെട്രിക്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, വെക്റ്റർ സ്പേസ് ആയാലും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയാലും അതിൻ്റെയൊക്കെ ഒരു ഫണ്ടമെൻ്റൽ നോളേജ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളൊരു ഡെഫിനിഷൻ പഠിക്കണം, വെക്റ്റർ സ്പേസുകളുടെ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കണം, എന്താണ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് നമ്മൾ പഠിക്കണം, അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കണം, ബേസിസ് എന്താണ്, അങ്ങനെ ഒരു ഡെഫിനിഷൻ, എക്സാമ്പിൾസ്, ആ ഒരു വ്യൂവിൽ നിങ്ങൾ വെക്റ്റർ സ്പേസും ലീനിയർ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചൊക്കെ ഉള്ള ധാരണ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് മെട്രിസസ് തന്നെയാണ്. മെട്രിസസിൽ നിങ്ങൾ ആദ്യം റാങ്ക് എന്താണ്, ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ റാങ്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് റോ എക്കലോൺ ഫോം അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ റോ എക്കലോൺ ഫോം എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എയ്ഗൻ വാല്യൂ, എയ്ഗൻ വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ അതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ ആ മെട്രിക്സിൻ്റെ ഡയഗണൽ എൻട്രീസ് ആയിരിക്കും എയ്ഗൻ വാല്യൂസ് ആയിട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്പുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചില മെട്രിക്സുകളുടെയൊക്കെ എയ്ഗൻ വാല്യൂസ് വളരെ എളുപ്പത്തിൽ കാണാം. അപ്പോൾ അങ്ങനെ എയ്ഗൻ വാല്യൂ, എയ്ഗൻ വെക്ടേഴ്സിനെ കുറിച്ച് പഠിക്കണം, ഡയഗണലൈസേഷൻ പഠിക്കണം, അതുപോലെ മിനിമൽ പോളിനോമിയൽ ആ ഒരു ഐഡിയാസ് പഠിക്കണം, അതുപോലെ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസസ്, ഇന്നർ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ആ ഒരു സെക്ഷനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അത് മെട്രിക്സിൻ്റെ ഒരു സെക്ഷൻ, അതുപോലെ വെക്റ്റർ സ്പേസ്, ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെ 2 സെക്ഷൻ ആക്കുക നിങ്ങൾ ലീനിയർ ഓൾജിബ്രനെ. എന്നിട്ട് ആദ്യത്തെ സെക്ഷൻ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട് മെട്രിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ റാങ്ക് പഠിക്കുക, അതുപോലെ എയ്ഗൻ വാല്യൂ, എയ്ഗൻ വെക്ടർ പഠിക്കുക, പിന്നെ ഡയഗണലൈസേഷൻ നിങ്ങൾ പഠിക്കുക. ഒരു മെട്രിക്സ് എപ്പോഴാണ് ഡയഗണലൈസബിൾ ആവുക, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക. സ്പെക്ട്രൽ തിയറൊക്കെ വരുന്നുണ്ട് ആ ഭാഗത്തൊക്കെ. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുക. അതേപോലെ പഠിക്കേണ്ടത് ലീനിയർ ട്രാൻസ്ഫോർമേഷനെ മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട്. അത് അതെപ്പോഴും പല പരീക്ഷകൾക്കും നിരന്തരം ചോദിക്കണ ഒരു ടൈപ്പാണ്. അതായത് ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആക്കിയിട്ട് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെ മാറ്റുക എങ്ങനെയാണ്, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നാൽ അതിനെങ്ങനെ നമ്മൾ മെട്രിക്സ് ആക്കി മാറ്റും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഐഡിയ ആണ്. ഓക്കെ, അത് എപ്പോഴും അത് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിരന്തരം പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതുപോലെ മെട്രിക്സ് തന്നിട്ട് അത് ഡയഗണലൈസബിൾ ആണോ എന്ന് ചോദ്യങ്ങൾ. അപ്പോൾ ആ ഒരു ഏരിയ, മെട്രിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് നിങ്ങൾ ലീനിയർ ഓൾജിബ്രയിൽ കൂടുതലായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇത് പഠിക്കാൻ നിങ്ങൾ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള MSc ലെവൽ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം നമ്മൾ ഒരു
തവണയെങ്കിലും ജസ്റ്റ് അതിൻ്റെ ബേസിക് ഡെഫിനിഷനും കാര്യങ്ങളും എല്ലാം വായിച്ചു പോയിട്ടുണ്ടാവണം. മാത്രമല്ല നമ്മൾ കൂടുതൽ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. അതുപോലെ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുക. ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം ലീനിയർ ആൾജിബ്രയിലെ ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. 7 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ലീനിയർ ആൾജിബ്രയിൽ നിന്ന് ഉണ്ടാവുക. 7 മാർക്കാണ് ലീനിയർ ആൾജിബ്രയിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 3 or 4 ക്വസ്റ്റ്യൻസ് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ലീനിയർ ആൾജിബ്രയാണ് നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ, അതായത് പാർട്ട് 1 പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും സമയം ചെലവാക്കേണ്ടതും ലീനിയർ ആൾജിബ്രയിൽ തന്നെയാണ്. ലീനിയർ ആൾജിബ്ര എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലീനിയർ ആൾജിബ്രയിലെ ക്വസ്റ്റ്യൻസ് അങ്ങനെ വളരെ ട്വിസ്റ്റഡ് ആയിട്ടൊന്നുമില്ല. നമുക്ക് വളരെ ബേസിക് ഡെഫിനിഷൻസോ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് വളരെ കുറച്ച് അറിഞ്ഞാൽ തന്നെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ആ വ്യൂവിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സെക്ഷനാണ് മൊഡ്യൂൾ 1 ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്നത്. ലീനിയർ ആൾജിബ്രയിൽ നിന്ന് 3-4 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യും, അത് ഞാൻ ആദ്യം പറഞ്ഞ കേസ്. അപ്പോൾ നിങ്ങൾക്ക് ലീനിയർ ആൾജിബ്രയിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഷോംസിൻ്റെ ഷോംസ് ഔട്ട്ലൈൻ സീരീസസ് ഉണ്ട്. അതിൻ്റെ ലീനിയർ ആൾജിബ്രയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അത് വളരെ നല്ല ടെക്സ്റ്റ് ബുക്ക്. അതിൽ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പ്രോബ്ലംസൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് അതിൽ തിയറി പാർട്ടൊക്കെ ഒന്ന് വായിച്ചു പോയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോംസ് ഔട്ട്ലൈൻ സീരീസിൻ്റെ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയാസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാവുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് കെന്നത്ത് ഹോഫ്മാൻ്റെ. അത് കുറച്ചും കൂടെ കട്ടി കൂടിയാണ്. ഒരു നെറ്റിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റാണ്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നോക്കാവുന്നതാണ്. കെന്നത്ത് ഹോഫ്മാൻ്റെ ലീനിയർ ആൾജിബ്ര. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ഗ്യാപ്പ് വന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു ടോപ്പിക്കൊക്കെ പഠിച്ചിട്ട് കുറച്ച് കാലമായി എന്നാൽ HSSTക്ക് വേണ്ടിയിട്ട് നമ്മളിത് പഠിക്കാൻ തുടങ്ങാൻ പോവുകയാണ്, അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ശാന്തി നാരായണൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് മെട്രിസസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ശാന്തി നാരായണൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് മെട്രിസസ്. ഇത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ബിഗിനർക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് അതിലെ കണ്ടന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ആ പുസ്തകത്തിൽ ഒരുപാട് പ്രോബ്ലംസും ഉണ്ട്. ആ പ്രോബ്ലംസൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് ക്വസ്റ്റ്യൻസും ചെയ്യാം. മോർ ഓവർ നമ്മൾ ഇങ്ങനെയൊക്കെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും എക്സസൈസ് പ്രോബ്ലംസ് ഒക്കെ ചെയ്താലും നമ്മൾ നോക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ സെറ്റിനൊക്കെ ചോദിച്ചിട്ടുള്ള ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. അത് ആ ക്വസ്റ്റ്യൻസ് സ്വയം എടുക്കുക, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് ടെക്സ്റ്റ് ബുക്കിൻ്റെ സഹായം നോക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് നോക്കുക. അങ്ങനെ നിങ്ങൾ ഇനി നമ്മുടെ ക്വിക്സ്കെയിലിൽ തന്നെ ക്ലാസ്സസ് ഉണ്ട്, അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. യെസ്. ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഒരു റെഫറൻസ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ ഏതെങ്കിലും കോളേജ് ലൈബ്രറികളിലെല്ലാം തന്നെ അവൈലബിൾ ആണ് ഈ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 2 റിയൽ അനാലിസിസ് ആണ്. റിയൽ അനാലിസിസിലും ഇതേപോലെ ലീനിയർ ആൾജിബ്രയിൽ പറഞ്ഞ പോലെ തന്നെ 7 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ലീനിയർ ആൾജിബ്രയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ. ഈ ലീനിയർ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് സിലബസ് ആണ്. നിങ്ങൾ BScക്ക് തന്നെ ചിലപ്പോൾ 2 പേപ്പർ റിയൽ അനാലിസിസ് പഠിച്ച കുട്ടികളുണ്ടാവും. PGക്ക് പോകുമ്പോൾ വീണ്ടും ഒരു 1-2 പേപ്പർ റിയൽ അനാലിസിസ് പഠിച്ചിട്ടുണ്ടാവും. എന്തായാലും നിർബന്ധമായിട്ടും എവിടെ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ BSc ആയാലും MSc ആയാലും റിയൽ അനാലിസിസ് പഠിച്ച ആൾക്കാരാണെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിങ്ങൾ അറ്റ്ലീസ്റ്റ് 2-3 പേപ്പർ 2 പേപ്പർ എന്തായാലും നിങ്ങൾ റിയൽ അനാലിസിസ് പഠിച്ചിട്ടുണ്ടാവും. ആ റിയൽ അനാലിസിസിൽ പഠിച്ച ഫുൾ കാര്യങ്ങളും നിങ്ങളുടെ സിലബസിൽ വന്നിട്ടുണ്ട്. സീക്വൻസ് ആൻഡ് സീരീസ്, കൺവേർജൻസ്, ലിമിറ്റ് സുപ്രീമം, ലിമിറ്റ് ഇൻഫിമം, ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം, അതൊക്കെ വളരെ ഫണ്ടമെന്റൽസ് തിയറമാണ് റിയൽ അനാലിസിസിൽ. യൂണിഫോം കണ്ടിന്യൂറ്റി, അതൊക്കെ. ഓക്കെ. അപ്പോൾ ഇത് ഒരു പക്ഷേ BScക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിലെ കുറച്ച് പോർഷൻ കാൽക്കുലസ് എന്ന് പറഞ്ഞിട്ടാവും പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം, അതുപോലെ സീരീസ് ഇൻഫിനിറ്റ് സീരീസ്,
അതായത് റേഷ്യോ ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന സീരീസിൻ്റെ കൺവേർജൻസ്, ഡൈവേർജൻസ്, അതിനുള്ള ടെസ്റ്റുകൾ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക കാൽക്കുലസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. അതും നിങ്ങളുടെ സിലബസിൽ റിയൽ അനാലിസിസിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ കാൽക്കുലസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ കാൽക്കുലസിൽ വരുന്ന പാർട്ട് ഏതൊക്കെയാണ്? ഈ റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം, അതുപോലെ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിൾ, യൂണിഫോം കണ്ടിന്യൂറ്റി കുറച്ച് അങ്ങനെ കാൽക്കുലസിൽ നമ്മൾ പറയാറില്ല. വെറും നോർമൽ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, സീരീസ്, ലിമിറ്റ് സുപ്രീമം, ലിമിറ്റ് ഇൻഫിമം, ഇതെല്ലാം നമ്മൾ കാൽക്കുലസിൽ പെടുത്തുന്ന ടോപ്പിക്സ് ആണ്. അതുപോലെ ഇൻ്റഗ്രൽ ഇവാലുവേഷൻ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇൻ്റഗ്രൽസ്, ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് പറയാം, ഒരു കാൽക്കുലസ് ടോപ്പിക്കാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് തോമസ് കാൽക്കുലസ് ആണ്. തോമസ് കാൽക്കുലസ്. ഓക്കെ, ഈ തോമസ് കാൽക്കുലസ് ഒരു വലിയ പുസ്തകമാണ്. ആ പുസ്തകം നിങ്ങളൊരു ഡിഗ്രി ലെവൽ സ്റ്റുഡൻസ് എല്ലാവരും BSc ക്വാളിഫൈഡ് BScക്ക് പഠിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് അധികം പ്രോബ്ലംസ് ഈ കാൽക്കുലസ് പാർട്ടിൽ വരുന്നുണ്ട്. ഉറപ്പായിട്ടും ഈ ഒരു സ്പെസിഫിക് ടോപ്പിക്സ് പഠിച്ചാൽ തന്നെ അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിയൽ അനാലിസിസിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓൺലി കാൽക്കുലസ് മാത്രം പഠിച്ചാൽ. ഇതിന് അഡീഷണലി ആണ് നിങ്ങൾ എന്ത് പഠിക്കേണ്ടത്? സീക്വൻസ് ഓഫ് സീരീസ് ഓഫ് ഫങ്ഷൻസ്, യൂണിഫോം കണ്ടിന്യൂറ്റി, അതുപോലെ മോണോട്ടോൺ കൺവേർജൻസ്, നമ്മുടെ സീക്വൻസിൻ്റെ ഒരു അനാലിസിസ് പാർട്ട് വരുന്നുണ്ട്. ആ ഭാഗങ്ങൾ പഠിക്കാൻ ഏറ്റവും നല്ല ബുക്ക് എന്ന് പറയുന്നത് ബാർട്ടിൽ ആൻഡ് ജി ഷെർബറ്റിൻ്റെ ബുക്കാണ്. ബാർട്ടിൽ ആൻഡ് ഷെർബറ്റിൻ്റെ ഒരു ബുക്കുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു റിയൽ അനാലിസിസ്. ആ പുസ്തകത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകളെല്ലാം പഠിക്കാം. ഓക്കെ, ഏതൊക്കെ? ഈ സീരീസ് ഓഫ് ഫങ്ഷൻസ്, സീക്വൻസ് ഓഫ് ഫങ്ഷൻസ്, അതുപോലെ യൂണിഫോം കണ്ടിന്യൂറ്റി, അങ്ങനത്തെ ടോപ്പിക്കുകൾ, റീമാൻ ഇൻ്റഗ്രൽസ്, അതല്ല അപ്പർ സം, ലോവർ സം, ഈ കാര്യം ഇതൊക്കെ തോമസ് കാൽക്കുലസിലും ഉണ്ട് കേട്ടോ. റീമാൻ ഇൻ്റഗ്രേഷൻ്റെ കാര്യങ്ങൾ തോമസ് കാൽക്കുലസിലും വരുന്നുണ്ട്. ഈ 2 പുസ്തകവും നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് പഠിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു ഏരിയാസൊക്കെ പഠിച്ചാൽ അതിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട കാൽക്കുലസ് ആണ്. അതിനുശേഷം നിങ്ങൾ ഈ സീക്വൻസ് ഓഫ് ഫങ്ഷൻ, സീരീസ് ഓഫ് ഫങ്ഷൻസ് ഒക്കെ പഠിക്കുക. ഇതിന് കോമൺലി നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ റെഫർ ചെയ്യാവുന്ന ഒരു സിമ്പിൾ പുസ്തകം, അതായത് കുറേ അധികം ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ ഉള്ളൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകം NP ബാലിയുടെ പുസ്തകമുണ്ട്. NP ബാലിയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മളൊരു അക്കാഡമിക് ലെവലിൽ ഒരു പ്യുവർ അനാലിസിസ് നമ്മളിപ്പോൾ BScക്കോ MScക്കോ ഒന്നും നമ്മളധികം പ്രിഫർ ചെയ്യാത്ത പുസ്തകമാണ്. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് എപ്പോഴും പ്രിഫർ ചെയ്യാവുന്ന ഒരു പുസ്തകമാണ് NP ബാലിയുടെ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. NP ബാലിയുടെ റിയൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, റിയൽ അനാലിസിസ്. ഓക്കെ, ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എളുപ്പത്തിൽ വായിച്ച് കുറച്ചും കൂടെ അധികം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം രീതിയിൽ പഠിച്ചു പോകാം. കുറേ റിസൾട്ടുകളൊക്കെ നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ കാണാൻ പറ്റും, NP ബാലിയുടെ പുസ്തകത്തിൽ. സോ റിയൽ അനാലിസിസിൽ 7 മാർക്കിൽ കാൽക്കുലസും മറ്റും പഠിച്ച 2 മാർക്കും, പിന്നെ സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് ഫങ്ഷൻ, അതുപോലെ യൂണിഫോം കണ്ടിന്യൂറ്റി, ഈ 2 ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കും സ്കോർ ചെയ്യാം. അപ്പോൾ 4 മാർക്സ് ഈസി ആയിട്ട് നിങ്ങൾക്ക് റിയൽ അനാലിസിസിൽ സ്കോർ ചെയ്യാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് തോമസ് കാൽക്കുലസിലെ ഈ പറഞ്ഞ ടോപ്പിക്ക് മാത്രം എടുക്കുക, അതിലെ ടോപ്പിക്കിൻ്റെ ആ തിയറി വായിക്കുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, പിന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പക്കയായിട്ട് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കണ്ടിന്യൂറ്റി റിയൽ അനാലിസിസിലെ ഒരു 4 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, മൊഡ്യൂൾ 2. പിന്നെ ഈ റിയൽ അനാലിസിസിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ്. അത് കുറച്ചും കൂടെ MSc ലെവലിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ലെബേക്ക് മെഷർ, ലെബേക്ക് ഇൻ്റഗ്രൽ, അത് ഞാൻ പൊതുവെ പ്രിഫർ ചെയ്യാറില്ല കുട്ടികളോട്. ഒരു HSST ലെവലിലൊക്കെ നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യനൊക്കെയാണ് അതിന് വരാറുള്ളത് സാധാരണ. അത് പഠിക്കണം എന്നുള്ളവർക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്ന ടെക്സ്റ്റ് റോയിഡൻ്റെ ബുക്കാണ്, റോയിഡൻ്റെ. ഓക്കെ, കുറച്ച് ചില കുട്ടികൾക്ക് അത് വളരെ പഠിക്കുന്ന കാലത്ത് വളരെ സീരിയസ് ആയിട്ട് പഠിച്ച കുട്ടികൾക്ക് വേണമെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടും. ഓക്കെ, അപ്പോൾ റോയിഡൻ്റെ റിയൽ അനാലിസിസ് റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലെബേക്ക് മെഷറിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, യെസ്. പക്ഷെ അത് കുറച്ച് എന്താ പറയുക, MSc സീരിയസ് ആയിട്ട് പഠിച്ച അല്ലെങ്കിൽ അത് അധികം ഗ്യാപ്പില്ലാത്ത കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ ടോപ്പിക്ക് അല്ല. ഓക്കെ,
പക്ഷേ ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് ഒക്കെ ഉണ്ട്. ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾ, ഇൻവേഴ്സ് ആൻഡ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറം, അതുപോലെ ഈ ഇത്രയും ടോപ്പിക്, ഈ സ്പെഷ്യൽ ഫങ്ഷൻസ് ഇല്ല, സ്പെഷ്യൽ ഫങ്ഷൻസ് വരെയുള്ള ടോപ്പിക്സ്, ഇത്രയും ടോപ്പിക്സ്. ഓക്കെ, അതായത് മൊഡ്യൂൾ 3 ഇത്രയും ടോപ്പിക്സ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് തൊട്ട് ഈ സ്പെഷ്യൽ ഫങ്ഷൻ വരെയുള്ള ടോപ്പിക് നിങ്ങൾക്ക് തോമസ് കാൽക്കുലസിൽ കാണാൻ പറ്റും. തോമസ് കാൽക്കുലസിൽ ഉണ്ട്. അതിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. 1 or 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോറിയർ സീരീസ് ഉണ്ട്. ഫോറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ ക്രൈസിക്കിൻ്റെ ബുക്ക് ഉണ്ട്, ക്രൈസിക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. ബേസിക്കിൻ്റെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. ഇതിൽ ഈ പുസ്തകങ്ങളൊക്കെ കോസ്റ്റ്ലിയാണ്. നിങ്ങൾക്ക് ശരിക്കും നെറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ പുസ്തകങ്ങളും. അതിൽ ഈ ടോപ്പിക്സ് മാത്രം എടുത്ത് പഠിച്ചാൽ മതി. ഓക്കെ, സോ ഫോറിയർ സീരീസ്, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനൊക്കെ ഫോറിയർ സീരീസ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മൊഡ്യൂൾ 3 മാക്സിമം നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു തോമസ് കാൽക്കുലസിലെ ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ്, ആ ഒരു സെക്ഷനിലെ പ്രോബ്ലംസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അതിന് കിട്ടും. പിന്നെ ലെബേക്ക് ഇൻ്റഗ്രൽ അറിയാവുന്ന കുട്ടികൾക്ക് അതൊന്നൊരു മാർക്ക് കിട്ടും. പിന്നെ ഗീറ്റ, അതൊക്കെ വളരെ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ അറിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് 7 മാർക്ക് വരെ അതിൽ നിന്ന് ഉണ്ടാവും ഈ സെക്ഷനിൽ നിന്ന്. പക്ഷെ 3 മാർക്സ് നിങ്ങൾക്ക് ഈ ഫണ്ടമെൻ്റൽസ് വെച്ചിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, തോമസ് കാൽക്കുലസ് നിങ്ങൾ റെഫർ ചെയ്താൽ മതി. പിന്നെ വരുന്ന ടോപ്പിക് അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയാണ്. അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിൽ തന്നെ ഗ്രൂപ്പാണ് ആദ്യം വരുന്നത്. ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ്, നോർമൽ സബ് ഗ്രൂപ്പ്, അങ്ങനെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, എബിലിയൻ ഗ്രൂപ്പ്സ്, ഫണ്ടമെന്റൽ തിയറം ഓഫ് എബിലിയൻ ഗ്രൂപ്പ്സ്, സിലോ തിയറംസ്, ഇതെല്ലാം കൂടെ 7 മാർക്കിനാണ്. ഇതിൽ തന്നെ ഈ സിലോ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിലോ തിയറം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം ഫണ്ടമെന്റൽസ് കുറച്ച് വായിച്ചിട്ടുണ്ടാവും. എന്താണ് ഒരു ഗ്രൂപ്പ് എന്നും സബ് ഗ്രൂപ്പ് എന്നും നോർമൽ ഗ്രൂപ്പ്, അതിൻ്റെ ഫണ്ടമെന്റൽ ഡെഫിനേഷൻസ് എല്ലാം മനസ്സിലാക്കി പോയാൽ മാത്രമേ സിലോ തിയറം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളൊരു ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു തുടങ്ങുക, ഈ ടോപ്പിക്സ് എല്ലാം വായിച്ചു തുടങ്ങുക. അതിന് പറ്റിയ ഒരു പുസ്തകം എന്ന് പറയുന്നത് ജോസഫ് ജെ ഗാലിയൻ്റെ കോണ്ടംപററി അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക്. കോണ്ടംപററി അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര. ഓക്കെ, ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട്, ഇതുപോലെ ഫ്രാലയുടെ ഇൻട്രൊഡക്ഷൻ ടു മോഡേൺ ആൾജിബ്ര അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആൾജിബ്രൻ്റെ ഒരു പുസ്തകമുണ്ട്. അതും ഒരു ബിഗിനർക്ക് വായിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഭട്ടാചാര്യയുടെ ബുക്കുണ്ട്, ഭട്ടാചാര്യയുടെ ബേസിക് അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര, PB ഭട്ടാചാര്യയുടെ ബേസിക് അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര എന്ന് പറഞ്ഞ ബുക്കുണ്ട്. അത് ഒരു ബിഗിനർക്ക്, അതായത് കുറേ ഗ്യാപ്പ് പഠിച്ചിട്ട് കുറേ ഗ്യാപ്പ് വന്ന കുട്ടികളാണെങ്കിൽ അവർക്കും ഈസി ആയിട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതിൽ ആ സെക്ഷനിൽ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക് ഇതാണ്, ഗ്രൂപ്പിൻ്റെ ഫണ്ടമെന്റൽസ് വായിച്ച് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. സിലോ തിയറം പഠിക്കുക. സിലോ തിയറം പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു 2 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 2 ക്വസ്റ്റ്യൻസ് സിലോ തിയറത്തിൽ. പിന്നെ നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് പ്രോഡക്റ്റ് അതുപോലെ ക്ലാസ് ഇക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം എന്തായാലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ക്ലാസ് ഇക്വേഷൻ. പിന്നെ ഗ്രൂപ്പുകളുടെ ഫണ്ടമെന്റലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു 4 മാർക്സ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് അറിഞ്ഞാൽ തന്നെ, അതുപോലെ കുറച്ച് പ്രോബ്ലംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താലും നിങ്ങൾക്ക് 4 മാർക്സ് വരെ അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിൽ നിന്ന് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും മോഡ്യൂൾ വൈസ് തന്നെയാണ് നിങ്ങളിത് പഠിച്ചു പോകേണ്ടത്. ഫസ്റ്റ് ലീനിയർ ആൾജിബ്ര പഠിക്കണം, അത് കഴിഞ്ഞ് റിയൽ അനാലിസിസ് പഠിക്കണം, പിന്നെ നിങ്ങൾ അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര പഠിക്കണം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ഈസി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 4 ക്വസ്റ്റ്യൻസ് അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിൽ ഈ ഒരു ഫണ്ടമെന്റൽസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ടും പിന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 4 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ലീനിയർ ആൾജിബ്ര പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞുതരാം ഏത് ഓർഡറിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. അടുത്ത ഒരു മോഡ്യൂൾ വരുന്നത് അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയുടെ തന്നെ ഒരു കണ്ടിന്യൂഷൻ, റിങ്, ഐഡിയൽസ്, ഫീൽഡ്, യൂക്ലിഡ്, ആ ഒരു സെക്ഷനാണ്. ആ സെക്ഷനും നിങ്ങൾക്ക് ഈ ജോസഫ് ജെ ഗാലിയനും അതുപോലെ ഫ്രാലയുടെ പുസ്തകത്തിലൊക്കെ ഉള്ള ടോപ്പിക് തന്നെയാണ്. സ്പെഷ്യൽ ഒരേ പുസ്തകത്തിൽ തന്നെ ഒരു ആൾജിബ്രയുടെ ഏത് പുസ്തകം എടുത്താലും ഈ ടോപ്പിക്സ് എല്ലാം തന്നെ ഉണ്ടാവും. ഈ സെക്ഷൻ ഇതൊക്കെ ലാസ്റ്റിലേക്ക് പഠിച്ചാൽ മതി. ഇപ്പം ആദ്യം തന്നെ ഇതൊന്നും പഠിക്കണം എന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ പഠിക്കണമെങ്കിൽ കുറേ സമയമെടുക്കും, കുറേ സമയമെടുക്കും. അപ്പോൾ നമ്മൾ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് അത്രത്തോളം ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല.
അപ്പോൾ അതുകൊണ്ട് ഈ സെക്ഷൻ, ഈ മോഡ്യൂൾ 5 ഒക്കെ നിങ്ങൾ കുറച്ച് ലാസ്റ്റിലേക്ക് പഠിക്കാൻ മാറ്റി വയ്ക്കുക. അപ്പോൾ മോഡ്യൂൾ 6ഉം മോഡ്യൂൾ 4ഉം മോഡ്യൂൾ 5ഉം ശരിക്കും നിങ്ങൾ കുറച്ച് അവസാനത്തേക്ക് മാറ്റി വെച്ചാൽ മതി. കാരണം ഇതൊരു കണ്ടിന്യൂഷനുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ച് അവസാനത്തേക്ക് നിങ്ങളത് മാറ്റി വെച്ചാൽ മതി. ഇത് രണ്ടും കൂടെ 14 മാർക്കാണ്. 14ൽ നിങ്ങൾക്ക് കുറച്ചൊരു ബേസിക് കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ 6 മാർക്ക് സ്കോർ ചെയ്യാം. 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അത് അവസാനത്തേക്ക് നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. ഇതിനൊക്കെ ഒരേ പുസ്തകം തന്നെയാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്. അടുത്ത് ടോപ്പോളജിയും ഇതേപോലെ ഒരു ഗ്യാപ്പ് വന്ന കുട്ടികൾക്കൊക്കെ കുറച്ച് ടഫായിട്ട് എളുപ്പത്തിൽ അങ്ങോട്ട് കയറി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കല്ല മോഡ്യൂൾ 6 ടോപ്പോളജി എന്ന് പറയുന്നത്. ടോപ്പോളജി പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ബുക്ക് GF സിമൻസിൻ്റെ മോഡേൺ ഇൻട്രൊഡക്ഷൻ ടു ടോപ്പോളജി ആൻഡ് മോഡേൺ അനാലിസിസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയൊരു ടോപ്പിക്കാണ്. അതായത് ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു ബുക്കാണ് മോഡേൺ അനാലിസിസ്. ഓക്കെ, ടോപ്പോളജിയിൽ നിങ്ങൾക്ക് ബേസിക് മെട്രിക് സ്പേസ്, ടോപ്പോളജിക്കൽ സ്പേസസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ തന്നെ ഈ ബുക്കിൽ മനസ്സിലാവും. ഇതും അവസാനത്തേക്ക് മാറ്റിയേക്കും. ആൾജിബ്ര പഠിച്ച ശേഷം ഇതൊരു പ്രിഫറൻസ് ഞാൻ ലിസ്റ്റ് തരാം. ഏത് പ്രിഫറൻസിലാണ് നിങ്ങൾ ടോപ്പിക്സ് പഠിക്കേണ്ടത്. ടോപ്പോളജിയിൽ 7 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഒരു ബിഗിനർക്ക്, അതായത് അത്ര അങ്ങോട്ട് ആക്റ്റീവ് അല്ല, നമ്മൾ കുറച്ച് ഇതൊക്കെ പഠിച്ചിട്ട് കുറച്ച് കാലമായിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കയറി പഠിച്ച് ചെയ്യാൻ പറ്റിയ 1-2 ക്വസ്റ്റ്യൻസ് ടോപ്പോളജിയിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്ത് കോംപ്ലക്സ് അനാലിസിസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അധികം പ്രയാസമില്ലാതെ തന്നെ പഠിച്ച് ഒരു 7ൽ 4 ക്വസ്റ്റ്യൻസ് ഒക്കെ സുഖമായിട്ട് ലീനിയർ ആൾജിബ്ര പോലെ തന്നെ ഈസി ആയിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് പഠിച്ച് സ്കോർ ചെയ്യാവുന്നതാണ് കോംപ്ലക്സ് അനാലിസിസ് പഠിക്കാൻ ഏറ്റവും ചർച്ചിലിൻ്റെ ഒക്കെ ബുക്കൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന കാലത്ത് റെഫറൻസ് ടെക്സ്റ്റ് ആയിട്ട് വരിക. പക്ഷെ ഞാനൊരു പുസ്തകം പറയാം, അത് വളരെ സുഖമാണ്. ഡെന്നിസ് ജി സിൽ ആൻഡ് പാട്രിക് ഡി ഷാൻഹാൻ. ഇവരുടെ പുസ്തകം പഠിച്ചാൽ, ഇവരുടെ പുസ്തകമുണ്ട് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് പ്രോബ്ലംസ്, എക്സാമ്പിൾസ്, ഡെഫിനേഷൻ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് പുസ്തകം. സിൽവർമാൻ്റെ പുസ്തകമൊക്കെ ഉണ്ട്. അതിനേക്കാളൊക്കെ ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു പുസ്തകം ഒരു കോമ്പറ്റീവ് എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പുസ്തകം വെച്ചിട്ട് പഠിക്കാം. അതുപോലെ കോംപ്ലക്സ് അനാലിസിസിൻ്റെ ഒരുപാട് ഈ ക്രേസിക്കിൻ്റെ ഒക്കെ പുസ്തകങ്ങളുണ്ട് കേട്ടോ. എഞ്ചിനീയറിംഗ് ലെവൽ കോംപ്ലക്സ് അനാലിസിസിൻ്റെ പുസ്തകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം റെഫർ ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. കോംപ്ലക്സ് അനാലിസിസിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ടോപ്പിക്ക് കോഷീസ് തിയറം, അതുപോലെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല, മൊറേറാസ് തിയറം, പിന്നെ സിംഗുലാരിറ്റീസ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, ഇതൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫോർം ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് ചെയ്യാം. കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് CR ഇക്വേഷൻസ്, ഈ ഒരു ഇത്രയും ടോപ്പിക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ തന്നെ 3 or 4 ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും നിങ്ങൾക്ക് കോംപ്ലക്സ് അനാലിസിസിൽ ചെയ്യാൻ കിട്ടും. ഈ ഞാൻ അണ്ടർലൈൻ ഇട്ട സെക്ഷൻസ് മാത്രം പഠിച്ചാൽ മതി കോംപ്ലക്സ് അനാലിസിസിൽ. ഓക്കെ, കോംപ്ലക്സ് അനാലിസിസ് വളരെ ഈസിയാണ്, അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കോംപ്ലക്സ് അനാലിസിസ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു സെക്ഷനാണ്. അടുത്ത് ഫങ്ഷണൽ അനാലിസിസ്. ലിമയുടെ ബുക്കാണ് സ്റ്റാൻഡേർഡായിട്ട് ഫങ്ഷണൽ അനാലിസിസിന് എല്ലാ ഇവിടെയും ഉണ്ടാവുക. ഫങ്ഷണൽ അനാലിസിസും ഞാൻ ടോപ്പോളജിയൊക്കെ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങോട്ട് കയറി പഠിച്ച് ഒരു 7 ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്ന ടൈപ്പല്ല. ഒരു 1 or 2 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പരീക്ഷ ഹാളിൽ ചെയ്യാൻ പറ്റുന്നത്. അതും അവസാനത്തേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഓർഡിനറി ഡിഫറൻഷ്യൽ ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മോഡ്യൂൾ 9 ആണ്. ഇതും ഇതേപോലെ ലീനിയർ ആൾജിബ്ര, കോംപ്ലക്സ് അനാലിസിസ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. ഇതിൽ എല്ലാ ടോപ്പിക്സ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാവുന്ന സെലക്ഷൻ. ഇപ്പോൾ യുണീക്നെസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ചോദ്യങ്ങളുണ്ട്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസിൻ്റെ യുണീക്നെസ് ചോദിക്കുന്നത്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷൻ, സിംഗുലാർ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ, പെർട്ടിക്കുലർ സൊല്യൂഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. ആ സൊല്യൂഷൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠിച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടും. അതുപോലെ PD പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ചാർപിറ്റ്സ് മെത്തേഡ്, ലെഗ്രാഞ്ചെ മെത്തേഡൊക്കെ ഉണ്ട്. ഇതിന്നൊക്കെ എപ്പോഴും ചോദ്യം വരും. ഇതൊക്കെ പഠിക്കാൻ പറ്റിയ ബുക്ക്, ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ പഠിക്കാൻ പറ്റിയ ബുക്ക് T അമർനാഥിൻ്റെ പുസ്തകമാണ്. അതിലെ പ്രോബ്ലംസ് ആണ് കൂടുതൽ. അല്ലെങ്കിൽ നിങ്ങൾ ക്രേസിക്കിൻ്റെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് പഠിച്ചാലും മതി. ക്രേസിക്കിൻ്റെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഉണ്ട്, അതിലും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ കുറേ പ്രോബ്ലംസ് ഉണ്ട്, കാണാൻ പറ്റും. ഓക്കെ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കാൻ നല്ല ബുക്ക്
ബോയ്സ് ഡി പ്രിമയുടെ ബുക്കാണ്. ബോയ്സ് ഡി പ്രിമ. ബൗണ്ടറി വാല്യൂ, എലിമെന്ററി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എലിമെന്ററി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ്. ഓക്കെ, ഇതും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരേപോലത്തെ കുറേ പ്രോബ്ലംസ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എപ്പോഴും വരാറുണ്ട്. ആ ഒരു ഐഡന്റിഫൈ അത് ഈ സെക്ഷനിലൊക്കെയാണ് വരിക. യുണീക്നെസ് ഇസ് ഓൾ ചെക്ക് ചെയ്യണം ക്വസ്റ്റ്യൻ. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് എപ്പോഴാണ് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് അല്ലെ, സൊല്യൂഷൻ എപ്പോഴാണ് ഉണ്ടാവുക, അതെപ്പോഴാണ് യുണീക്ക് ആവുക എന്നുള്ളത് ടൈപ്പ്. ജനറൽ തിയറി, ഹോമോജീനിയസിനെ കുറിച്ചും നോൺ ഹോമോജീനിയസ്, അതേപോലെ സൊല്യൂഷൻ കാണാനൊക്കെ വരാറുണ്ട് ചില സമയത്ത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുന്നത് എങ്ങനെയാണ്, ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെ കാണും, നോൺ ഹോമോജീനിയസിൻ്റെ എങ്ങനെ കാണും, ഓയിലർ കോഷി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് ഓർഡിനറി. ആ ടൈപ്പ് ഒക്കെ നിങ്ങൾ ഈ പറഞ്ഞ ടെക്സ്റ്റിൽ ബോയ്സ് ഡി പ്രിമ ആൻഡ് ബുക്കിലും അതല്ലെങ്കിൽ ക്രേസിക്കിൻ്റെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എടുത്താലും അതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ പി ഡിയിൽ അമർനാഥിൻ്റെ ടെക്സ്റ്റും ക്രേസിക്കിൻ്റെ ടെക്സ്റ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ടൈപ്പ് പി ഡിസിൻ്റെ സൊല്യൂഷൻ, സ്റ്റാർപിറ്റ്സ് മെത്തേഡും മറ്റുമൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഒരുപാട് ഡീപ്പിലേക്ക് അത് പോകണ്ട, ഒരു എലിമെൻ്ററി ലെവലിൽ പഠിച്ചു പോയാൽ മതി. അപ്പോൾ തന്നെ ഒരു 3 ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്നത് ടോപ്പിക്ക് നമ്പർ തിയറിയാണ്. നമ്പർ തിയറി നമ്പർ തിയറി അങ്ങനെ കുറേ ടൈം എടുത്ത് പഠിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ഫണ്ടമെൻ്റൽ തിയറം എന്താണെന്ന് പഠിക്കുക. അങ്ങനെ വളരെ ചൈനീസ് റിമൈൻഡർ തിയറം ഇതൊക്കെ പഠിക്കാവുന്ന ബുക്ക് ബർട്ടൻ്റെ ബുക്ക് ഉണ്ട്. ബർട്ടൻ്റെ ബുക്ക് ഉണ്ട്. അത് അല്ലെങ്കിൽ സി രാമകൃഷ്ണദാസിൻ്റെ പുസ്തകമുണ്ട്. അതൊരു ഇന്ത്യൻ ഓത്തറിൻ്റെ ബുക്ക്. അതിൽ കുറേ റിസൾട്ടുകൾ കാണാൻ പറ്റും. സി രാമകൃഷ്ണദാസ്, സി വിജയകുമാരി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഇന്ത്യൻ ഓതേഴ്സിൻ്റെ പുസ്തകമുണ്ട്. ആൾജിബ്ര ആൻഡ് നമ്പർ തിയറി എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക്. അല്ലെങ്കിൽ ബർട്ടൻ്റെ ബുക്ക്. ബർട്ടനാണ് ഏറ്റവും സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എലിമെൻ്ററി നമ്പർ തിയറി. ഇതിൽ ഇതിൻ്റെ എക്സാമ്പിൾസും അതുപോലെ ഈ തിയറംസിനെ കുറിച്ചൊക്കെയാണ്. ചൈനീസ് റിമൈൻഡർ തിയറം, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്, ഓയിലർ 5 ഫംഗ്ഷൻ. ഇതിലൊക്കെ എങ്ങനെ വരിക, ഇപ്പോൾ 5/3 കാണാനോ അല്ലെങ്കിൽ 5/21 കാണാനൊക്കെ ചോദ്യം വരും. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഓയിലർ ക്ലിയർ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരേ ടൈപ്പിൽ വരുന്ന ചില സെക്ഷൻസ്. അപ്പോൾ അത് മാത്രം സെലക്റ്റീവായിട്ട് കുറച്ച് പഠിച്ചു വയ്ക്കുക, അത്രേ ഉള്ളൂ. നമ്പർ തിയറി ബേസിക് കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു 3 മാർക്സ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് നമ്പർ തിയറിയിൽ സ്കോർ ചെയ്യാം. ഇനി ഇത് ഏത് ഓർഡറിൽ നിങ്ങൾ പഠിക്കും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവിടെയും ഇവിടെയൊക്കെ കുറേ പഠിച്ചു പോയാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒന്നും കംപ്ലീറ്റ് ആവില്ല, നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ആവുകയും ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന എത്ര ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാം. ലീനിയർ ആൾജിബ്രയിൽ നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻസ്, റിയൽ അനാലിസിസിൽ നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻസ്, റിയൽ അനാലിസിസ് രണ്ടും കൂടെ മോഡ്യൂൾ 2ഉം 3ഉം കൂടെ 4 ക്വസ്റ്റ്യൻസ്. അപ്പോൾ 4ഉം 4 8 ക്വസ്റ്റ്യൻസ്. പിന്നെ ആൾജിബ്രയിൽ നിങ്ങൾക്കൊരു 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ 4 4 8 ക്വസ്റ്റ്യൻസ്. പിന്നെ 4 4 8 + 4 12 ക്വസ്റ്റ്യൻസ്. പിന്നെ ടോപ്പോളജിയിൽ ഒരു ക്വസ്റ്റ്യൻ 13 ക്വസ്റ്റ്യൻ. പിന്നെ കോംപ്ലക്സ് അനാലിസിസ് 4 17. ഫംഗ്ഷൻ അനാലിസിസിൽ ഒരു ക്വസ്റ്റ്യൻ 18. ഡിഫറൻഷ്യൽ ഇക്വേഷൻ 3 21. നമ്പർ തിയറി 3 24 ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ബേസിക് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ, ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സെലക്റ്റീവായിട്ട് ഞാൻ ഈ അണ്ടർലൈൻ ഇട്ട ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് 24 മാർക്ക് ഏത് എഫേർട്ടും ഇല്ലാണ്ട് തന്നെ സ്കോർ ചെയ്യാം. പക്ഷെ ഇതെങ്ങനെ എൻഹാൻസ് ചെയ്യാം? കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്കൊരു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 30 പോയിന്റ് സംതിങ് ആണ്. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 40 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ, അല്ലെങ്കിൽ 45 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റായിട്ടും ആൻസർ ചെയ്തേ പറ്റും. അപ്പം അങ്ങനെ 40 ക്വസ്റ്റ്യൻസ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഓർഡറിൽ പഠിച്ചാൽ മതി. ഇതാണ് ഇതിൻ്റെ സൂത്രവാക്യം. അതായത് ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ലീനിയർ ആൾജിബ്രയാണ്. ലീനിയർ ആൾജിബ്രയിൽ നിങ്ങൾ ഒരു 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. 5 ക്വസ്റ്റ്യൻസ്.
ഇപ്പോൾ ലീനിയർ ആൾജിബ്ര വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഉറപ്പായിട്ട് 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലീനിയർ ആൾജിബ്രയിൽ 4 ക്വസ്റ്റ്യൻ എന്തായാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ പറ്റും. പിന്നെ നിങ്ങൾ കുറച്ചും കൂടെ എഫേർട്ട് എടുത്താൽ, കുറച്ചും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് സോൾവ് ചെയ്താൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും ലീനിയർ ആൾജിബ്രയിൽ ചെയ്യാൻ പറ്റും. റിയൽ അനാലിസിസിൽ അതേപോലെ ഒരു 5 ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലീനിയർ ആൾജിബ്ര കഴിഞ്ഞാൽ നിങ്ങൾ റിയൽ പഠിക്കണതിന് പകരം ഐ വിൽ പ്രിഫർ കോംപ്ലക്സ് അനാലിസിസ്. കാരണം റിയൽ കുറച്ചും കൂടെ സമയം എടുക്കും പഠിക്കാൻ. കോംപ്ലക്സ് അനാലിസിസ് അത്ര തന്നെ സമയം എടുക്കില്ല. അപ്പോൾ കോംപ്ലക്സ് അനാലിസിസ് നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് ചെയ്യാം. അത് കുറച്ചും കൂടെ എഫേർട്ട് എടുത്താൽ യു ക്യാൻ മേക്ക് ഇറ്റ് 5. ഓക്കെ, അധികം സമയം നിങ്ങൾക്ക് ഒരു ലീനിയർ ആൾജിബ്ര പഠിക്കാൻ നിങ്ങൾക്കൊരു 20 days ആണെങ്കിൽ കോംപ്ലക്സ് അനാലിസിസ് പഠിക്കാൻ നിങ്ങൾക്കൊരു 15 days തന്നെ മതിയാവും. 20 days. ഓക്കെ, 15 days ഉണ്ടെങ്കിൽ കോംപ്ലക്സ് അനാലിസിസിൽ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുക, ആ ഒരു ബേസിക് ഡെഫിനീഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, എക്സാമ്പിൾസ് ഒക്കെ നോട്ട് ചെയ്യുക, ഒരു നോട്ട് ഉണ്ടാക്കുക. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ചെണ്ണം നോക്കുക, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് വെച്ചാൽ അത് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. 5 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുക, രണ്ടും ഓർഡിനറി ആൻഡ് പാർഷ്യൽ. സെയിം പോലെ നിങ്ങൾക്ക് വീണ്ടും 5 ക്വസ്റ്റ്യൻസ്, ഓരോ 5 ക്വസ്റ്റ്യൻസ് അതും നിങ്ങൾക്കൊരു 15 days തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് റിയൽ അനാലിസിസ് ആണ്. റിയൽ അനാലിസിസ് കുറച്ചും കൂടെ സെലക്റ്റീവായിട്ട് കാൽക്കുലസിൻ്റെ പാർട്ട് ആദ്യം പഠിക്കുക. അതിനുശേഷം കാൽക്കുലസിൽ വരാത്ത, കാൽക്കുലസ് തന്നെയാണ് അത് പറയുക, പക്ഷേ കുറച്ചും കൂടി അനാലിറ്റിക് വ്യൂവിൽ നമ്മുടെ നിങ്ങളുടെ ഒരു BSc ലെവലിലൊക്കെ നിങ്ങൾ റിയൽ അനാലിസിസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ള ടോപ്പിക്, കാൽക്കുലസ് അല്ലാതെ നിങ്ങൾ പഠിച്ചിട്ടുള്ള റിയൽ അനാലിസിസ് എന്ന് പറഞ്ഞ് പഠിച്ച പേപ്പറിലെ ടോപ്പിക്സ് അത് പഠിക്കാം. അത് പഠിച്ചാൽ തന്നെ എല്ലാം കൂടെ നിങ്ങൾക്കൊരു റിയൽ അനാലിസിസ് ഓർക്കേണ്ട 14 മാർക്കുണ്ട്. 14 മാർക്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും യു ക്യാൻ സ്കോർ 8 ക്വസ്റ്റ്യൻസ്. 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷുവറായി റിയൽ അനാലിസിസ് പഠിക്കാൻ യു മേ ടേക്ക് അറ്റ്ലീസ്റ്റ് 25 days. 2 മോഡ്യൂളും കൂടെ, റിയൽ അനാലിസിസ് 2 മോഡ്യൂൾ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര. അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിലും ഇതേപോലെ 2 മോഡ്യൂളുണ്ട്. 14 ആണ്. നിങ്ങൾക്ക് സുഖമായിട്ട് 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിൽ 6 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതേപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ എന്ത് ചെയ്യാം, കുറച്ച് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കുകളിലെ ഡെഫിനേഷൻസും എക്സാമ്പിൾസും വീഡിയോസും എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചു പറ്റും. അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിൽ നിങ്ങൾക്ക് പഠിക്കാൻ 25 days അറ്റ്ലീസ്റ്റ് ടേക്ക്. ഓക്കെ, അടുത്തത് ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് നമ്പർ തിയറി പഠിക്കാം. നമ്പർ തിയറി 7 ഉറപ്പായിട്ട് 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു 10 days കൊണ്ട് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റും നമ്പർ തിയറി. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ടോപ്പിക്സ് അത് നിങ്ങൾ ഏത് ഓർഡറിൽ പഠിച്ചാലും നിങ്ങൾക്ക് കംഫർട്ട്. ടോപ്പോളജി കുറച്ചും കൂടെ നന്നായി അറിയുകയാണെങ്കിൽ ടോപ്പോളജി പഠിക്കാം, അല്ലെങ്കിൽ ഫങ്ഷണൽ പഠിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഓരോ മോഡ്യൂളും പഠിച്ചു. അങ്ങനെ എല്ലാം കൂടി ഒരു 40 മാർക്സ് 45 മാർക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ പിന്നെ പാർട്ട് 2 കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് HSST ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ HSSTക്ക് പ്രിപ്പയർ ചെയ്യേണ്ടവർക്ക് ഏത് ഓർഡറിൽ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഓർഡർ ആണ് ഞാൻ പറഞ്ഞത്. ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാം അതും ഞാൻ പറഞ്ഞു. ഇനി എങ്ങനെ നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ എത്രത്തോളം ഡേയ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം, ഒരു 2 to 3 months നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് HSSTക്ക് വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും HSST പാസ്സാവും. നിങ്ങൾ സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് ഇതൊരു പ്രശ്നമേ അല്ല. ആ ഒരു സെറ്റിന് നിങ്ങൾ പഠിച്ച ആ ഒരു ലെവലാണ്. പക്ഷേ പാസ്സായിട്ട് കുറച്ച് നാളായിട്ടുണ്ടാവും, ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമില്ല. ജസ്റ്റ് വായിച്ചു തുടങ്ങുക, ഈ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചു തുടങ്ങുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, ഓരോ ടോപ്പിക്കിനും കുറച്ച് സമയം കണ്ടെത്തുക, കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക, പ്രോബ്ലംസ് കുറേ സോൾവ് ചെയ്യുക. അങ്ങനെ എല്ലാവരും HSST നല്ല മാർക്ക് കിട്ടി ഒരു 45 കട്ട് ഓഫ് വന്നാൽ പോലും പാസ്സാവുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, എല്ലാവർക്കും